നമസ്കാരം. SSLC റീവാലുവേഷൻ അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളിത് മുഴുവനൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. നമുക്കറിയാം, ഈ റീവാലുവേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ SSLC റിസൾട്ട് മെയ് 9 വന്നതിന് ശേഷം പല കുട്ടികൾക്കും ഗ്രേഡ് കുറവുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഗ്രേഡിൽ A+ ഇല്ല, മറ്റ് ഗ്രേഡുകളില്ല, ഇങ്ങനെയുള്ള ഗ്രേഡ് വളരെ താഴോട്ട് പോയി, ഞാൻ എഴുതിയപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടേണ്ടതായിരുന്നു, ഇത്ര പോരാ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ, എന്നൊക്കെ സങ്കല്പമുള്ള കുട്ടികൾക്കാണ്, ആ ഒരു ധാരണയുള്ള കുട്ടികളാണ് റീവാലുവേഷന് അപ്ലൈ ചെയ്യുക. അപ്പോൾ റീവാലുവേഷന് അപ്ലൈ ചെയ്യാൻ നമുക്കറിയാം, വരുന്ന 12-ാം തീയതി, മെയ് 12-ാം തീയതി മുതൽ മെയ് 17-ാം തീയതി വരെ സമയമുണ്ട് റീവാലുവേഷൻ. 400 രൂപയാണ് ഒരു വിഷയത്തിൻ്റെ ഫീസ്. റീവാലുവേഷൻ ഫീസ് കൂടുതലാണ്. ഒരു വിഷയത്തിന് 400 രൂപ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി ഇങ്ങനെ ഇതിൻ്റെ നടപടിക്രമം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മളുടെ അപേക്ഷ, ഈ റീവാലുവേഷൻ്റെ അപേക്ഷ, അത് എത്ര വിഷയത്തിന് നമ്മൾ കൊടുക്കുന്നോ അത്രയും വിഷയങ്ങൾ ആഡ് ചെയ്തിട്ട് അപേക്ഷ പരീക്ഷാ ഭവനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററിലോ, നമ്മൾ സ്വന്തമായിട്ടായാലും കുഴപ്പമില്ല, പ്രിൻ്റർ വേണം, പ്രിൻ്റ് എടുക്കേണ്ടതുണ്ട് ഇതിന്. അപ്പോൾ ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം, അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ തീരുമാനിക്കുക ഏതൊക്കെ വിഷയത്തിന് റീവാലുവേഷന് കൊടുക്കണം. നല്ല ഉറപ്പുള്ള വിഷയങ്ങൾക്ക് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറേ വിഷയങ്ങൾക്ക് കൊടുക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് പൈസ ഉണ്ടെങ്കിൽ കൊടുക്കാൻ, പൈസ പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് ഏകദേശം അതിനൊന്ന് കൊടുത്തു നോക്കാം, അതിനൊരു സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന വിഷയങ്ങൾക്ക് നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷ കൊടുക്കുക. അപ്പോൾ ഓൺലൈനായി അക്ഷയയിലായാലും ശരി, കമ്പ്യൂട്ടർ സെൻറ്ററിലായാലും ശരി, നിങ്ങൾ അപേക്ഷ കൊടുത്തതിന് ശേഷം, ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. അത് സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോസ്റ്റാറ്റിനും ഈ റീവാലുവേഷനൊക്കെ ഒറ്റ അപേക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഫീസ് അടയ്ക്കേണ്ടത് നിങ്ങൾ പഠിച്ച സ്കൂളിലാണ്. ആ പ്രിൻ്റ് ഔട്ട് എടുത്തത് കൊണ്ടുവന്ന് നിങ്ങളുടെ പഠിച്ച സ്കൂളിൽ അതിൻ്റെ ഫീസ് അടയ്ക്കുക. നിങ്ങൾ ഉദാഹരണത്തിന്, നിങ്ങൾ 4 വിഷയത്തിന് റീവാലുവേഷൻ ഉണ്ട്, ഒരു ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടെന്ന് വെച്ചോ, 4 വിഷയത്തിന്, അല്ലെ 4 വിഷയത്തിന് റീവാലുവേഷനും 4 വിഷയത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റും നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, 4 വിഷയത്തിന് റീവാലുവേഷന് 16,600 രൂപ, 4 വിഷയത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റിന് 800 രൂപ. അപ്പോൾ രണ്ടും കൂടി 2,400 രൂപയാണ് വരിക. ആ 2,400 രൂപ നിങ്ങളുടെ ഹൈസ്കൂളിൽ, നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ്മാസ്റ്ററിൻ്റെ ഓഫീസിൽ അടയ്ക്കുമ്പോൾ മാത്രമേ ഈ അപേക്ഷാ സമർപ്പണം പൂർണ്ണമാവുകയുള്ളൂ. നിങ്ങൾ ഓൺലൈനായി അപേക്ഷിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് യാതൊരുവിധ കാര്യവും പിന്നെ നടക്കുന്നില്ല. ആ ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിൻ്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ നടത്തേണ്ടത് നിങ്ങളുടെ സ്കൂളിലെ HM ആണ്. അങ്ങനെ HM ഫൈനൽ കൺഫർമേഷൻ നടത്തണമെങ്കിൽ HMന് ഇതിൻ്റെ ബന്ധപ്പെട്ട നിങ്ങളെ കൊടുത്ത റീവാലുവേഷൻ്റെ ഫീസ് കിട്ടണം. അപ്പോൾ അതാരും വിട്ടുപോകരുത്. ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് വീട്ടിൽ പോകരുത്. ഓൺലൈൻ അപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത്, ആ പ്രിൻ്റ് ഔട്ടുമായിട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിലെ ഹെഡ്മാസ്റ്ററിൻ്റെ ഓഫീസിലെ ഹെഡ്മാസ്റ്ററിൻ്റെ അടുത്ത് ആ ഫീസ്, ബന്ധപ്പെട്ട വിഷയത്തിങ്ങളുടെ ഫീസ്, എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫീസ് അടയ്ക്കുക. അതാണ് ഇത് പറയാനുള്ളത്. നമുക്കറിയാം, ഈ മെയ് മാസം 12-ാം തീയതി മുതൽ, തിങ്കളാഴ്ച മുതൽ 17-ാം തീയതി വൈകുന്നേരം വരെ അപേക്ഷിക്കാനുള്ള സമയമുണ്ട്. തിരക്ക് കൂട്ടണ്ട, നിങ്ങൾക്ക് ഏത് ദിവസം അപ്ലൈ ചെയ്താലും മുൻഗണനയൊന്നുമില്ല, നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ അപേക്ഷിക്കാം. 17-ാം തീയതി കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, കുറേ വിഷയങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടികൾ രക്ഷിതാക്കളോട് പറയും, ഞാൻ എല്ലാ പേപ്പറും സൂപ്പറായിട്ട് എഴുതിയതാണ്. അപ്പം രക്ഷിതാക്കൾ വിചാരിക്കുക, എന്താ, എൻ്റെ കുട്ടിക്ക് ഫുൾ A+, 10 A+ഉം കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ ഗ്രേഡ് കുറയാൻ പാടില്ല, കൂടുതൽ കിട്ടേണ്ടതാണെന്നൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ധരിച്ചു വെച്ചു.
അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറിവ് മാത്രമേ രക്ഷിതാക്കൾക്കുള്ളൂ. അപ്പോൾ അത് രക്ഷിതാക്കൾ എന്ത് ചെയ്യുക, കുട്ടികളോട് ഒന്നുകൂടി ചോദിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ സ്വയം ചിന്തിക്കുക. ഞാൻ എഴുതിയതിൽ എന്തൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയാം, കുട്ടിക്കറിയാം. അപ്പോൾ ഒരു സാധ്യതയുള്ള വിഷയങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കുക. വെറുതെ പൈസ കളയണ്ടെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ക്യാഷ് നമുക്കൊക്കെ മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ റീവാലുവേഷൻ എല്ലാ വിഷയങ്ങൾക്കും തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം, വെറുതെ കുറേ വിഷയങ്ങൾക്ക് കൊടുത്തത് കൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ലോട്ടറി ഒന്നുമല്ല, വെറുതെ മാർക്കും കിട്ടില്ല. നമുക്ക് അത് കിട്ടണമെങ്കിൽ പിന്നെ 2 അധ്യാപകർ ഇത് റീവാലുവേഷനിൽ നിങ്ങളുടെ ഉത്തര പേപ്പറുകൾ മാർക്കുകളൊക്കെ ആദ്യമിട്ട മാർക്കുകളൊക്കെ മായ്ച്ച് കളഞ്ഞതിന് ശേഷം 2 അധ്യാപകർ വീണ്ടും നോക്കും. അപ്പോൾ 2 അധ്യാപകർ വീണ്ടും നോക്കുമ്പോൾ ശരിക്കും ഒരു നല്ല നോട്ടായിരിക്കും അത് നോക്കുക. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് മാത്രമേ മാർക്ക് കൂടുതൽ കിട്ടൂ എന്നതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ വിഷയങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഒരു പക്ഷേ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അല്പം കൂടി സസൂക്ഷ്മം പരിശോധിക്കുക ഇപ്രാവശ്യമായിരിക്കും. നമ്മൾ നേരത്തെ മെയ് 9 മുമ്പ് നോക്കിയതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നോക്കുന്നത് ഇപ്പോഴായിരിക്കും. അങ്ങനെ നന്നായിട്ട് നോക്കുമ്പോൾ മാർക്ക് ചിലപ്പോൾ കുറയാനായിരിക്കും സാധ്യത. എന്നാൽ ചില ആരെങ്കിലും ഒരു ടീച്ചർ, ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ അധ്യാപകരും മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ മനുഷ്യ സഹജമായ തെറ്റുകൾ, എവിടെയെങ്കിലും ഒരു 2 ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാൻ വിട്ടുപോയി, അല്ലെങ്കിൽ മാർക്ക് ഇങ്ങനെ കൂട്ടി വന്നപ്പോൾ 28 വേണ്ടിടത്ത് 18 എന്ന് എഴുതിപ്പോയി, അത് രണ്ടാമത് റീചെക്ക് ചെയ്ത സമയത്തൊന്നും കിട്ടിയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റീവാലുവേഷനിൽ പരിഹരിക്കപ്പെടും. അത് നമുക്ക് നോക്കിയവർക്കുണ്ടാകുന്ന ചില വീഴ്ചകളാണ്. നമ്മൾ അത് അധ്യാപകർ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഏത് മനുഷ്യരും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും തെറ്റുകളും വീഴ്ചകളും ഉണ്ടാവാം. അത് തന്നെ ഇവിടെയും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ പറ്റിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പേജ്, ഇങ്ങനെ പേജുകൾ മറയ്ക്കുന്ന സമയത്ത് ഒരു പേജ് നോക്കാൻ വിട്ടുപോയി. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്, ഒരുപാട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പേജ് മറിക്കാൻ വിട്ടുപോയി എന്നതിന് ശേഷം മാർക്കുകളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചില കേസുകൾ എങ്ങനെ വരാമെന്ന് വെച്ചാൽ, മാർക്കുകളൊക്കെ എല്ലാം കൂട്ടി ഏറ്റവും പുറകിൽ മാർക്ക് ഒരുപക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയത്തിന് 66 മാർക്ക് ഉണ്ടായിരുന്നു. പുറകിൽ 66 തന്നെ കൃത്യമായിട്ട് ഇട്ടു. അത് മുൻഭാഗത്തെല്ലാം കൂട്ടി പുറകിലത്തെ നോക്കാണ്ട് 66 നോക്കിയപ്പോൾ 46 തോന്നി. മുമ്പിൽ 46 ഇട്ടു, 46 ഇട്ടു. ആ 46 ഇട്ടത് മാർക്ക് ലിസ്റ്റ് എഴുതി കമ്പ്യൂട്ടറിൽ കയറി അതങ്ങ് പോയി. 20 മാർക്കിൻ്റെ കുറവാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കാവാൻ സാധ്യതയുള്ളതും ആണ്. അങ്ങനെയൊക്കെ പറ്റും. പെട്ടെന്ന് നോക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളാണ് അതൊക്കെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ അതൊന്നും ഒരു കുറ്റമായിട്ട് ഇപ്പോഴും ഞാൻ കാണുന്നുമില്ല, പറയുന്നുമില്ല. അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മൾ കുട്ടിയെ സംബന്ധിച്ച് എനിക്ക് ഒരു A+ റേഞ്ചിൽ കിട്ടേണ്ട കുട്ടിയാണ്. അപ്പോൾ അത് C+ലേക്കൊക്കെ പോകുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നത് എവിടെയോ. അപ്പോൾ നിർബന്ധമായിട്ടും അത്തരം വിഷയങ്ങൾക്ക് നമ്മൾ റീവാലുവേഷന് കൊടുക്കണം. 400 രൂപ മുടക്കി നമ്മൾ റീവാലുവേഷന് കൊടുക്കണം എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അർഹതപ്പെട്ട കുട്ടികൾക്ക് മാർക്ക് കൃത്യമായിട്ട് റീവാലുവേഷനിൽ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. ഇത് വെറും ഒരു ചടങ്ങ് നടത്തലും മാത്രമൊന്നുമല്ല. കൃത്യമായിട്ട് 2 പേര് അധ്യാപകർ നോക്കും. ആ 2 പേര് നോക്കിയിട്ട് പേപ്പറിലല്ല മാർക്ക് ഇടുന്നത്. അതങ്ങനെയുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. പേപ്പറിലല്ല, അതിനൊരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ആ മാർക്ക് ലിസ്റ്റിലാണ് നമ്മൾ മാർക്ക് ഇടുക. ഒരാൾ ഒരു മാർക്ക് ലിസ്റ്റ് മാർക്കിടും, പേപ്പറിലിടില്ല. വേറൊരാൾ മറ്റൊരു മാർക്ക് ലിസ്റ്റിലിടും. വ്യത്യാസം 10% കൂടുതൽ വന്നാൽ മൂന്നാമതൊരു അധ്യാപകൻ, ആ റൂമിലുള്ള ചീഫ് ആയിട്ടുള്ള അധ്യാപകനും ചീഫ് എക്സാമിനറും കൂടി ആ പേപ്പർ നോക്കുക. അപ്പോൾ 3 ആവും. 10% കൂടുതൽ വേരിയേഷൻ വന്നാൽ മൂന്നാമതൊരു അധ്യാപകൻ കൂടി പേപ്പർ നോക്കുക. അപ്പോൾ അത്രയും കാര്യക്ഷമമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. റീവാലുവേഷന് കൊടുത്തിട്ട് ഏതെങ്കിലും കുട്ടിക്ക് അർഹതയുണ്ടെങ്കിൽ
എന്തെങ്കിലും ഒരു വീഴ്ചയിൽ മാർക്ക് സ്ലിപ്പായി പോയി, ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ നോക്കാൻ വിട്ടുപോയി, ഏതെങ്കിലും പേജ് നോക്കാൻ വിട്ടുപോയി, മാർക്ക് കൂട്ടിയിട്ടപ്പോൾ തെറ്റിപ്പോയി, അത് എടുത്തെഴുതിയപ്പോൾ തെറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾക്കൊക്കെ 100% പരിഹാരമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 100% ഉറപ്പാണ്. ഈ പ്രോസസ്സിലൂടെ ഒക്കെ ഞാൻ കടന്നു പോയത്, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടിത് പറയുന്നത് നിങ്ങളോട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കുട്ടികളുടെ ഒരു ആശങ്ക എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ചെറിയ വിഷയം നമുക്ക് 40 മാർക്കിൻ്റെ വിഷയം എടുക്കാം. 40 മാർക്കിൻ്റെ വിഷയം എടുത്ത കുട്ടിക്ക് 30 മാർക്ക് കിട്ടി. 30 മാർക്ക് കിട്ടിയപ്പോൾ ആ കുട്ടി അല്ലേ വേണ്ട, നമുക്ക് 35 ആക്കാം. 35 മാർക്ക് കെമിസ്ട്രി ആയിക്കോട്ടെ, കെമിസ്ട്രിക്ക് 35 മാർക്ക് കിട്ടി. 35ഉം കുട്ടിയുടെ 10 സിയും കൂടെ കൂട്ടിയപ്പോൾ 45 കുട്ടിക്ക് A+ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ട് A+കാർ റീവാലുവേഷന് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ A+ എടുക്കണ്ട. A+കാരും റീവാലുവേഷന് കൊടുക്കാറുണ്ട്. ഞാനതിന് ഒരുപാട് പേപ്പർ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ റീവാലുവേഷനിൽ കൂടുതൽ മാർക്ക് കിട്ടിക്കോട്ടെ എന്നിട്ട് ആ മാർക്ക് ലിസ്റ്റ് വാങ്ങാനും ആവാം ചിലപ്പോൾ. എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ കെമിസ്ട്രിക്ക് 30 കിട്ടിയ ഒരു പേപ്പർ എടുക്കാം. കെമിസ്ട്രിക്ക് കുട്ടിക്ക് 30 കിട്ടി. 30 എന്ന് പറഞ്ഞാൽ കറക്റ്റ് A ആണ്. ആ കുട്ടി റീവാലുവേഷന് കൊടുത്തു. റീവാലുവേഷന് കൊടുത്തപ്പോൾ ഈ കുട്ടിക്ക് 28 മാർക്കേ കിട്ടിയുള്ളൂ. അങ്ങനെയെങ്കിൽ ആ കുട്ടി എന്തായി പോകുമായിരിക്കും? Aയിൽ നിന്നും B+ പോകണം. പക്ഷെ അത് സംഭവിക്കില്ല. ആ കുട്ടിക്ക് യാതൊരു കാരണവശാലും നേരത്തെ കിട്ടിയ ഗ്രേഡ് കുറയുന്നതല്ല. മാർക്ക് 2-3 മാർക്ക് കുറഞ്ഞാലും, എത്ര മാർക്ക് കുറഞ്ഞാലും ശരി, നേരത്തെ കിട്ടിയ മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. നേരത്തെ മെയ് 9 പറഞ്ഞ റിസൾട്ടിൽ കുട്ടിക്ക് A ഗ്രേഡാണ് ഉള്ളതെങ്കിൽ റീവാലുവേഷനിൽ മാർക്ക് കുറഞ്ഞാലും അത് A ഗ്രേഡ് തന്നെ ഉണ്ടാവും. A ഗ്രേഡിൽ നിന്ന് താഴോട്ട് പോകുന്ന പ്രശ്നമില്ല. അക്കാര്യത്തിൽ ഒരു കുട്ടിക്കും ആശങ്ക വേണ്ട. അങ്ങനെയൊരു സംഭവമേ ഇല്ല. റീവാലുവേഷനിൽ മാർക്കോ ഗ്രേഡോ യാതൊരു കാരണവശാലും കുറയുന്നതല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് എന്ന് പറയും. അപ്പോൾ അതാണ് ഒരു ആശങ്ക എല്ലാ കുട്ടികൾക്കും നിൽക്കുക. ഇനിയിപ്പോൾ കഷ്ടകാലത്തിന് ഞാനിത് കൊടുത്തിട്ട് എങ്ങനെ ഗ്രേഡ് കുറഞ്ഞു പോയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സംഭവം വരില്ല. ഗ്രേഡ് എത്ര മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞു പോയാലും ശരി, നിങ്ങളുടെ ഗ്രേഡ് നേരത്തെ കിട്ടിയ ഗ്രേഡ് അതുപോലെ കിട്ടും. നേരത്തെ കിട്ടിയ മാർക്കിൽ ഒരു വ്യത്യാസവും വരില്ല. ഇനി ഈ റീവാലുവേഷൻ എന്ന് പറയുന്ന സംഭവം ആകെ സംസ്ഥാനത്ത് 3 ദിവസമേ ഉണ്ടാവുള്ളൂ. സംസ്ഥാനത്തെ 70 വാല്യുവേഷൻ സെൻറ്ററുകളിലും റീവാലുവേഷൻ ഉണ്ടാവും. അത് ചില പേപ്പറുകൾക്ക് കൂടുതൽ റീവാലുവേഷൻ, ഇപ്പോൾ ബയോളജി, ഫിസിക്സ്, മാത്സ് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് റീവാല്യൂ ചെയ്യുന്ന പേപ്പറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. എന്നാൽ ചില വിഷയങ്ങൾ, ഇപ്പോൾ മലയാള സെക്കൻഡ് പോലെയുള്ള ചില വിഷയങ്ങൾക്ക് റീവാലുവേഷൻ ആപ്ലിക്കേഷൻ കുറവുമായിരിക്കും. അപ്പോൾ എന്തു തന്നെയായാലും സംസ്ഥാനത്ത് എല്ലായിടത്തും ഒരേ ദിവസം ഈ റിവാലുവേഷൻ നടക്കും. അതാകെ 3 ദിവസത്തേക്ക് റിവാലുവേഷൻ ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ റിവാലുവേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരു 25-ാം തീയതിയോട് കൂടി റിവാലുവേഷൻ തുടങ്ങുമെന്നാണ്. ഇപ്പോൾ 19 അപ്ഡേഷൻ, പിന്നെ ഹെഡ്മാഷ് അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. 19 പരീക്ഷാഫലം കിട്ടിയാൽ 20 സെൻറ്ററിലേക്ക് ഈ നമ്പറുകൾ അയച്ചു കൊടുക്കും. പിന്നെ ഈ പേപ്പറുകൾ 1.5 ലക്ഷം പേപ്പറുകളുള്ള സെൻറ്ററുകളാണ് മിക്കവാറും. ആ സെൻറ്ററുകളിൽ നിന്ന് പേപ്പറുകൾ തിരഞ്ഞെടുക്കണം. ഈ നമ്മൾ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത രജിസ്റ്റർ നമ്പറുകൾ മാത്രം തിരഞ്ഞെടുത്ത് ആ പേപ്പറിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ടതൊക്കെ എടുത്ത് പേപ്പറിലുള്ള മാർക്കുകൾ മായ്ച്ച് മാറ്റണം. പെൻസിലിട്ട് ഉപയോഗിച്ച അതിൻ്റെ ഫ്രണ്ട് പേജ് കീറി മാറ്റണം. അത് ഞാൻ റീവാലുവേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ അതിനൊക്കെ എല്ലാം കൂടി സമയം എടുത്താൽ തന്നെ ഒരു 4-5 ദിവസം എടുത്താലും എനിക്ക് തോന്നുന്നത് ഒരു 25-26 ഈ റീവാലുവേഷൻ ആരംഭിക്കും. 3 ദിവസം മതി. 3 ദിവസം കഴിഞ്ഞ് ഇത് അന്നന്ന് കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യാണ്. ആ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു കണക്കാണ് ഒരു 29-നെങ്കിലും, അതിൽ പുറകോട്ട് വരാനേ സാധ്യതയുള്ളൂ. ഒരുപക്ഷെ 27-ന് തന്നെ റിസൾട്ട് വരാം. 27, 28, 29 ഈ 3 തീയതികളിൽ ഏതിലെങ്കിലും ഈ റീവാലുവേഷൻ്റെ റിസൾട്ടും വരും എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. 3 ദിവസം കൊണ്ട് റീവാലുവേഷൻ തീരും. അപ്പോൾ അങ്ങനെ റീവാലുവേഷനിൽ നിങ്ങൾ ഗ്രേഡ് കൂടിയാൽ, റീവാലുവേഷൻ നടത്തി കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് നിങ്ങൾ എന്ത് പറ്റും? ഏകജാലകം +1 അപേക്ഷിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അങ്ങനെ ഗ്രേഡ് നിങ്ങൾക്ക് കൂടിയാൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഈ പരീക്ഷാ ഭവൻ്റെ മാർക്ക് ലിസ്റ്റിൽ ഈ നിങ്ങളുടെ മാർക്കും ഗ്രേഡും കൂടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ഗ്രേഡ് കൂടിയിട്ടുണ്ടാവും. ആ ഗ്രേഡ് കൂടിയ ഗ്രേഡ് നിങ്ങളുടെ +1 അപേക്ഷയിൽ ഓൺലൈനായിട്ടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പരീക്ഷാഭവൻ്റെ സൈറ്റിൽ നിങ്ങളുടെ മാർക്ക് എത്ര വർദ്ധിച്ചോ ഓൺ ദ സ്പോട്ടിൽ ഏകജാലകത്തിൽ അത് വന്നു കഴിഞ്ഞു. അത് ലിങ്കാണ് പരസ്പരം. പരീക്ഷാഭവനും +1 സിംഗിൾ വിൻഡോ സിസ്റ്റവും ഏകജാലക സംവിധാനവും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അലോട്ട്മെൻറ്റിൽ ഈ +1 ഏകജാലകത്തിലും അത് കൂടിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് ആയത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ റിസൾട്ട് വന്നതിന് ശേഷം. അപ്പോൾ അതൊരാശങ്ക വേണ്ട. അയ്യോ +1 ഞാൻ അപേക്ഷിച്ച് പോയല്ലോ, ഇനി എനിക്ക് ഗ്രേഡ് കൂടുതൽ കിട്ടിയാൽ അല്ല റീവാല്യൂഷൻ വന്നു കഴിയുമ്പോൾ ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും എന്നൊന്നും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ പരീക്ഷാഭവൻ്റെ സൈറ്റിൽ നിങ്ങൾക്കൊരു ഗ്രേഡ് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ല A+ ആയിട്ടുണ്ടെങ്കിൽ, B+ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെ C+ ആയിട്ടുണ്ടെങ്കിൽ ഉടനടി അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സെക്ഷനിലേക്ക് വരികയാണ്. അത് ലിങ്ക് ചെയ്തതുകൊണ്ട് ഇവിടെ അതിനനുസരിച്ച് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്തത്. അല്ലാതെ നിങ്ങൾ ഈ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വീണ്ടും സ്കൂളിൽ പോയിട്ട് ഇത് മാറ്റി വേറെ ഒന്ന് മാറ്റി ചെയ്യുകയോ അത്തരത്തിലുള്ള യാതൊരു സംവിധാനത്തിൻ്റെയും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം ജൂൺ 2-ാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ജൂൺ 2 ട്രയൽ അലോട്ട്മെൻറ്റ് നേരത്തെ നടക്കുമെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ 2-നാണ്. ആ ജൂൺ 2-ന് വളരെ 2-3 ദിവസം മുമ്പ് തന്നെ ഉറപ്പായിട്ട് റിസൾട്ട് വരും റീവാല്യൂഷൻ്റെ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങളുടെ റീവാല്യൂഷൻ റിസൾട്ട് പരിഗണിക്കുമെന്നുള്ളതാണ് സത്യം. അതിന് പ്രത്യേകമായിട്ട് ആരും ഒന്നും ചെയ്യേണ്ട. ഈ പരീക്ഷാഭവൻ്റെ സൈറ്റും +1 സിംഗിൾ വിൻഡോ സിസ്റ്റവും ലിങ്ക്ഡ് ആണ്. അപ്പോൾ അവിടെ മാർക്ക് കൂടി അവിടെ ഗ്രേഡ് കൂടിയാൽ ഉടനടി ഇവിടെ അതിൻ്റെ അലോട്ട്മെൻറ്റിൽ മാറ്റം വന്നു കഴിയും. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഗ്രേഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഡേറ്റുകളൊക്കെ. ഇപ്പോൾ 17-ാം തീയതി 5 മണി വരെയാണ് നമുക്ക് റീവാല്യൂഷൻ അപേക്ഷിക്കാനുള്ള സമയം. 19-ാം തീയതി വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളുടെ സ്കൂളിലെ ഹെഡ്മാഷ് ഇത് കൺഫേം ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഈ നമ്പറുകൾ ഹെഡ്മാഷാണ് ശരിക്കും വീണ്ടും പൈസ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്യേണ്ടത് ഹെഡ്മാഷാണ്. ആ ഹെഡ്മാഷ് 19-ാം തീയതിക്ക് അപ്ലോഡ് ചെയ്താൽ 20-ാം തീയതി നിങ്ങൾക്ക് പരീക്ഷാഭവൻ വീണ്ടും ആ നമ്പറുകൾ ബന്ധപ്പെട്ട സെൻറ്ററുകളിലേക്ക് അയക്കും. ആ 20-ാം തീയതി തന്നെ പേപ്പറുകൾ തിരഞ്ഞെടുത്തു തുടങ്ങും. ഒരു 2-3-4 ദിവസം കൊണ്ട് അത് മായ്ച്ചൊക്കെ തീരും. 24-25 റീവാല്യൂഷൻ തുടങ്ങും. ഒരു 26-27-28 റീവാല്യൂഷൻ തീരുന്ന അത് അന്ന് രാത്രി തന്നെ മിക്കവാറും റിസൾട്ടും വരും. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ ദിവസം തീരുമ്പോൾ അന്ന് തന്നെ മാർക്കുകൾ അപ്ലോഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മാർക്ക് അപ്ലോഡിങ്ങിനോ ടാബുലേഷനോ വേറൊരു സമയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 2 അധ്യാപകർ റീവാല്യൂഷൻ നോക്കുന്നുണ്ട്. ആ 2 അധ്യാപകരെ ഇപ്പോൾ 31.5 കിട്ടിയാൽ അത് റൗണ്ട് ചെയ്യുന്നില്ല, 31 തന്നെ ടൈപ്പ് ചെയ്ത് കയറുകയാണ്, അപ്ലോഡ് ചെയ്യാണ്. ഈ 2 പേര് നോക്കുന്നതിൻ്റെ ശരാശരി മാർക്കാണ് നിങ്ങളുടെ മാർക്കായിട്ട് വരുന്നത്. നോക്കുക, നമ്മൾ 30 കിട്ടിയ ഒരു കുട്ടി, കിട്ടിയ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു അധ്യാപകൻ നോക്കിയപ്പോൾ ആ കുട്ടിക്ക് 35 കിട്ടി എന്ന് വിചാരിക്കാം. അങ്ങനെ വലിയ വേരിയേഷൻ വരില്ല. 35 മാർക്ക് കിട്ടി ഒരു അധ്യാപകൻ നോക്കിയപ്പോൾ. രണ്ടാമത്തെ അധ്യാപകൻ നോക്കിയപ്പോൾ ആ കുട്ടിക്ക് 32 മാർക്കേ ഉള്ളൂ. അപ്പോൾ 32-ൻ്റെയും 35-ൻ്റെയും ഇടയിൽ ആ കുട്ടിക്ക് 33.5 മാർക്കായിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെയും ശരാശരി ആയിരിക്കും കുട്ടിക്ക് റീവാല്യൂഷന് കിട്ടിയ മാർക്കായിട്ട് വരിക. മാർക്കല്ലല്ലോ നമ്മളിവിടെ പരിശോധിക്കുന്നത്, ഗ്രേഡിലേക്കാണല്ലോ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. 2 അധ്യാപകർ നോക്കുന്ന റീവാല്യൂഷൻ പേപ്പറിൽ ആ 2 അധ്യാപകർക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ ശരാശരിയാണ് കുട്ടിയുടെ മാർക്കായിട്ട് വരുന്നത്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കയറ്റുക. അത് നമ്മൾ ശരാശരി ഒന്നും സ്കാമ്പ് ചെയ്ത് കാണേണ്ട, അധ്യാപകരും കാണേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്ലോഡിങ് സിസ്റ്റത്തിൽ നമ്മുടെ സിസ്റ്റം അതിനനുസരിച്ച് ആ സോഫ്റ്റ്വെയർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരികയാണ് ചെയ്യുക. ഇനി അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റീവാല്യൂഷന് നമുക്ക് ഗ്രേഡ് വർദ്ധിച്ചാൽ പണം തിരിച്ചു കിട്ടും. ഇപ്പോൾ ഗ്രേഡ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ A+ ആവണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു B ഉള്ള കുട്ടി, ഒരു വിഷയത്തിന് SS കുട്ടിക്ക് B ആണ്.
റീവാലുവേഷന് കൊടുത്തു. 400 രൂപ അടച്ചിട്ട് റീവാലുവേഷന് കൊടുത്തു. ആ കുട്ടിക്ക് B+ കിട്ടി. ബി എന്തായി? റീവാലുവേഷനിൽ A+ ഒന്നും ആയില്ല, എയും ആയില്ല, B+ ആയി. അപ്പോൾ ഗ്രേഡ് വർദ്ധിച്ചില്ലേ? B+ ആവുമെന്ന് പറഞ്ഞാൽ ഒരു തട്ട് വർദ്ധിച്ചു. അങ്ങനെ ഗ്രേഡിന് മുമ്പോട്ട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, ഗ്രേഡ് ഒരിക്കലും പുറകോട്ട് പോവില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത് ഗ്രേഡും പുറകോട്ട് പോകുന്ന ഒരു വിഷയമേ ഇതിലില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ B+ ആയാൽ ആ 400 രൂപ നമുക്ക് സ്കൂളിൽ നമ്മൾ അന്ന് റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോഴും ഇതുപോലെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കാം. ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പൈസ 400 രൂപ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളിപ്പോൾ 5 വിഷയത്തിന് അപേക്ഷിച്ചു, ഒരെണ്ണത്തിന് മാത്രമേ ഗ്രേഡ് മാറിയുള്ളൂ എങ്കിൽ ആ ഒരെണ്ണത്തിൻ്റെ പൈസ മാത്രമേ കിട്ടുള്ളൂ, 5 വിഷയത്തിൻ്റെയും പൈസ കിട്ടില്ല. അപ്പം എത്ര വിഷയങ്ങൾക്ക് നമുക്ക് ഗ്രേഡ് മാറിയോ ആ വിഷയങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് സ്കൂളിൽ നമ്മൾ ഫീസ് 400 രൂപ അടച്ച സ്ഥലത്ത് നമ്മൾ ചെന്നാൽ മതി. ആ ഫീസ് അവിടെ വെച്ചിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യും. അത് റൂളാണ്. അപ്പോൾ കുട്ടി ഗ്രേഡ് അധികമാവുക, ഗ്രേഡ് വർദ്ധിച്ചാൽ കുട്ടിക്ക് 400 രൂപ പിന്നെ HMൻ്റെ അടുത്ത് നിന്ന് കിട്ടും, തിരികെ കിട്ടും. ഗ്രേഡ് മാറിയ വിഷയങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ, അതും ഓർമ്മിക്കണം. ഒരു കുട്ടി 6ഓ 7ഓ വിഷയത്തിന് കൊടുത്തു, 1-2 വിഷയങ്ങൾക്ക് ഗ്രേഡ് മാറിയെന്ന് വെച്ചാൽ 7 വിഷയത്തിനും പൈസ റീഫണ്ട് ചെയ്ത് കിട്ടില്ല. എത്ര വിഷയങ്ങൾക്ക് ഗ്രേഡ് മാറിയിട്ടുണ്ടോ, ഗ്രേഡ് മാറി എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോവില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഗ്രേഡ് മാറുക എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് മാത്രമേ പോവുള്ളൂ, അല്ലെ ആ നിലവിൽ അത് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഗ്രേഡ് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിഷയങ്ങൾക്ക്, ആ സബ്ജക്റ്റിന് മാത്രം, അതിൻ്റെ മാത്രം പണം റീഫണ്ട് ചെയ്ത് കിട്ടും. നിങ്ങൾ പൈസ അടച്ച സെക്ഷനിൽ എവിടെയാണോ നിങ്ങൾ ഫീസ് ആദ്യം അടച്ചത് അവിടുത്തെ നിങ്ങളുടെ HMൻ്റെ ഓഫീസിലായിരിക്കും. ആ HMൻ്റെ ഓഫീസിൽ നിന്ന് ആ ഫണ്ട് നിങ്ങൾക്ക് തിരികെ കിട്ടും. അപ്പോൾ റീവാലുവേഷൻ സംബന്ധമായിട്ട് നിങ്ങൾക്കുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റീവാലുവേഷൻ എങ്ങനെയാണ് അതിൻ്റെ നടക്കുന്ന പ്രോസസ്സ് മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം. ഇതിൽ ഒരു ആശങ്കയില്ല, സംശയമില്ല, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്രദമായിട്ടുണ്ടാവും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. കൂടുതൽ കുട്ടികൾക്ക് ഈ വിവരങ്ങൾ, ഇത്തരം ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ല വീഡിയോസ് കിട്ടട്ടെ. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലുള്ള സംശയങ്ങൾ തീരട്ടെ. ഇത് ഞാൻ ആധികാരികമായിട്ട് പറയുക, ഞാൻ ഈ ചാർജിലൊക്കെ ഇരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ആധികാരികമായിട്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കഴിയുന്നത്ര ആൾക്കാർക്ക് റീവാലുവേഷനിൽ നല്ല ഗ്രേഡുകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.